സോ ഇന്ന് നമുക്ക് മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പെയിൻറ്റിങ് ചെയ്യാം. സത്യത്തിൽ ഈ പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സോ ഇത് ഞാൻ മൊത്തത്തിൽ ക്രയോൺസിൽ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ക്രയോൺസിൽ എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ വലുതായിട്ട് ക്രയോൺസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് അതങ്ങനെ സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയതുമില്ല. അതിനകത്ത് ഞാൻ കുറച്ചധികം മീഡിയംസ് യൂസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റർ കളേഴ്സും വാട്ടർ കളേഴ്സും അക്രിലിക് കളേഴ്സൊക്കെ ബ്ലെൻഡ് ചെയ്താണ് ഈ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു ഓരോ ആർട്ടിസ്റ്റും വരയ്ക്കുമ്പം അവരുടേതായ വ്യത്യസ്ത ഓരോരോ രീതികളുണ്ടാവും. സോ ഞാനൊരു വലിയൊരു ആർട്ടിസ്റ്റോ ഇതൊരു വലിയ ആർട്ട് വർക്കോ ഒന്നുമല്ല. സ്റ്റിൽ ഞാനിപ്പോൾ പെയിൻറ്റിങ്സൊക്കെ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് ഞാൻ വരയ്ക്കുന്ന എല്ലാ പെയിൻറ്റിങ്സും എത്ര റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ നോക്കിയാലും അതൊരു കാർട്ടൂൺ ഫോമിലാണ് വരുന്നത്. കൂടുതലും ഡാർക്ക് കളേഴ്സൊക്കെ ചെയ്യാനാണ് വലിയ താല്പര്യമുള്ളത്. ഓരോ കളറിൻ്റെ മുകളിൽ കുറേ കളർ കൊടുത്ത് ഷെയ്ഡൊക്കെ ചെയ്ത് അങ്ങനെയാണ്. കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സത്യത്തിൽ ഒരു നൈറ്റ് തീമിലൊരു പെയിൻറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇതിനകത്ത് ഞാൻ നൈറ്റും ഡേയും രണ്ടും കൂടി മിക്സ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.